കേന്ദ്ര നയങ്ങൾക്കെതിരെ സംയുക്ത കിസാൻ മോർച്ചയും വിവിധ തൊഴിലാളി സംഘടനകളും ആഹ്വാനം ചെയ്ത ഗ്രാമീൺ ഭാരത് ബന്ദ് കേരളത്തെ ബാധിക്കില്ല. കേരളത്തിൽ പ്രകടനം മാത്രമായിട്ടായിരിക്കും ഇതുണ്ടാവുക. നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സലീം മാലിക് വിശദാംശങ്ങളുമായി തലസ്ഥാന നഗരിയിൽ നിന്ന് തത്സമയം ചേരുന്നു. സലീം മാലിക്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. നാളെ രാജ്യവ്യാപകമായി കർഷകർ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ളവരും ഒരു വലിയ ആശങ്കയുണ്ടായിരുന്നു. ഈ ബന്ദ് കേരളത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതായിരുന്നു ആശങ്ക. എന്നാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭാരത് ബന്ദ് അത് ബന്ദ് എന്ന രൂപത്തിലാവില്ല ഉണ്ടാവുക, പകരം പ്രകടനങ്ങളാവും നടത്തുക എന്ന് അറിയിച്ചിട്ടുണ്ട്. അത് രാവിലെ 10 മണിക്ക് രാജ്ഭവന് മുൻപിലായിരിക്കും പ്രധാനപ്പെട്ട പ്രതിഷേധ കേന്ദ്രം. ഒപ്പം തന്നെ എല്ലാ ജില്ലാ ആസ്ഥാനങ്ങളിലും കേന്ദ്ര സർക്കാരിനെതിരായ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തും. ആ നിലയിൽ മാത്രമായിരിക്കും കേരളത്തിൽ ഈ ബന്ദിനെ കൈകാര്യം ചെയ്യുക. അതിനപ്പുറത്തേക്ക് മറ്റ് സേവനങ്ങളൊന്നും തടസ്സപ്പെടില്ല എന്നറിയിച്ചിട്ടുണ്ട്. അതേസമയം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ അതല്ല സ്ഥിതി. പലയിടത്തും പൂർണ്ണമായും സേവനങ്ങൾ തടസ്സപ്പെടുത്തുകയും എന്ന നിലയിലും ഈ ഗതാഗതം ഉൾപ്പെടെ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലൊക്കെ സമരം നടത്താൻ ആലോചിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ 4 മണിക്കൂറിലധികം ദേശീയ സംസ്ഥാന പാതകൾ പൂർണ്ണമായും തടസ്സപ്പെടുത്തുന്ന നിലയിലേക്കാണ് കർഷകർ ഈ സമരത്തെ പ്ലാൻ ചെയ്യുന്നത്. അതേസമയം കേരളത്തിലെ ഒരു റോഡുകളിലും അത്തരത്തിലുള്ള പ്രശ്നമുണ്ടാവില്ല. മാത്രമല്ല, ഈ ഗ്രാമകേന്ദ്രങ്ങൾ, തൊഴിലുറപ്പ്, മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങൾ, മറ്റ് സേവന കേന്ദ്രങ്ങളെല്ലാം അടച്ചിട്ടുകൊണ്ടാണ് മൊത്തം രാജ്യത്തും ഈ ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്ത് അങ്ങനെയും ഉണ്ടാകില്ല. അത്തരത്തിലുള്ള കടയടപ്പോ ഒന്നും ഉണ്ടാകില്ല. എന്നാൽ ഈ സമരത്തിനും ഒപ്പം ബന്ദിനും എല്ലാവിധ പിന്തുണയും നൽകുമെന്നും കേരള കർഷക സംഘം സെക്രട്ടറിയും ഒപ്പം തന്നെ ഈ സംസ്ഥാനത്തെ സമരസമിതി കോർഡിനേറ്ററുമായ എം വിജയകുമാർ അറിയിച്ചിട്ടുണ്ട്. ആ നിലയിലാണ് ഇപ്പോൾ ഈ സമരം കേരളത്തിൽ നടത്തുന്നത്. ഡൽഹി അതിർത്തിയിൽ ഈ കർഷകർ നടത്തുന്ന കർഷക സമരത്തിനും ഒപ്പം അതിനനുകൂലിച്ചുകൊണ്ടും ഒപ്പം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളെ എതിർത്തുകൊണ്ടുമാണ് ഭാരത് ബന്ദ് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു സലീം മാലിക്.